ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും നമ്മുടെ അയൽ സംസ്ഥാനമായിരിക്കുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് രണ്ടുപേരും സുവിശേഷ പ്രസംഗകരായിട്ടാണ് പല മാധ്യമങ്ങളും അവരെ ഇകഴ്ത്തിയോ പുകഴ്ത്തിയോ ഒക്കെ സംസാരിക്കാറുള്ളത്. എനിക്കൊരു കാര്യം രണ്ടുപേരെ കുറിച്ചും പറയാനുള്ളത്, രണ്ടുപേരും വിശുദ്ധ ബൈബിൾ വായിക്കുന്നവരാണ്. ഞാൻ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനെ ഒരു മീഡിയയ്ക്ക് വേണ്ടി ഞാൻ ഇന്റർവ്യൂ ചെയ്തതായിട്ടുള്ള സമയത്ത് ഞാൻ അദ്ദേഹത്തോട് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു, താങ്കൾ ദൈവവചനം വായിക്കുന്നതാണ് താങ്കളുടെ പരിജ്ഞാനത്തിന്റെയും താങ്കളുടെ ആഴമായിട്ടുള്ള വിശ്വാസത്തിന്റെയും അടിസ്ഥാനമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അത് വെളിപ്പെടുന്നു എന്നുള്ള ഒരു വലിയ സത്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ജോസഫ് വിജയ് ഈ അടുത്ത സമയത്ത് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, ബൈബിളിലെ പല സംഭവങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക, ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കുക. എനിക്ക് അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തോട് വളരെ താല്പര്യം തോന്നി. ഞാൻ അദ്ദേഹം പറഞ്ഞ പല പ്രസംഗങ്ങളും കേൾക്കാനിടയായി. പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നടൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യേശു കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ വളരെ സാമർഥ്യത്തോടുകൂടെ വളരെ കൃത്യതയോടുകൂടെ പങ്കുവെക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. കാരണം സത്യം എന്താണെന്ന് ഇവർക്കൊക്കെ അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ നമ്മുടെ ബഹുമാന്യനായിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ABC പോലുള്ള ചാനലുകളിൽ ഈ ദുഷ്ടത മാത്രം പങ്കുവെക്കുന്ന ഒരു മറ്റു ആളുകളുണ്ടല്ലോ, ഈ കുന്നായ്മ പറയുന്ന ആളുകൾ, അവർക്ക് നമ്മുടെ സെൻസാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ, അവരൊക്കെ പറയുന്നത് ശ്രീ വി.ഡി. സതീശൻ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്. അങ്ങനെ ഒരു ക്രിസ്ത്യാനി ഇല്ല കേട്ടോ. ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനി ഇല്ല. നമുക്ക് ഉള്ളതൊക്കെ ക്രിസ്തു ഭക്തരോ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യരോ ആണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമായിട്ടൊക്കെ ഇവർ കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമൊന്നുമല്ല. കർത്താവ് മതം സ്ഥാപിച്ചിട്ടില്ല. കർത്താവ് ആകെ സ്ഥാപിച്ചിട്ടുള്ളത് കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ കൂട്ടമായിരിക്കുന്ന സഭയാണ്. അത് വളരെ സിമ്പിളാണ്. അതിന് പ്രത്യേകിച്ച് ക്രമങ്ങളോ പ്രത്യേക രീതികളോ ഒന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിലും അവന്റെ ക്രൂശ് മരണത്തിലും വിശ്വസിക്കുകയും പിതാപുത്ര പരിശുദ്ധാത്മാവ ഏകസത്യ നിത്യദൈവത്തിലുള്ള ആശ്രയബോധത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ ഉണ്ടെന്നുള്ള വലിയ സത്യം. അതാണ് പാപത്തെ വിട്ട് ക്രിസ്തുവിലേക്ക് മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ ജീവനിലേക്ക് കടക്കുക എന്നൊക്കെ പറയുന്നത്. കാരണം കർത്താവ് വന്നത് തന്നെ മനുഷ്യർക്ക് ജീവൻ തരാനായിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ന്യായമായ ചോദ്യം നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളൊക്കെ ഈ അടുത്ത സമയത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അച്ഛാ അങ്ങനെയാണെങ്കിൽ ദൈവം ന്യായം വിധിക്കുന്നത് എന്തിനാണ്? ദൈവം എന്തിനാണ് മറ്റുള്ളവരെ നശിപ്പിക്കുന്നത്? വിശ്വസിക്കാൻ ദൈവമാണ് കൃപ കൊടുക്കുന്നതെങ്കിൽ അത് കിട്ടാത്ത ആളുകളെയൊക്കെ നശിപ്പിക്കുന്നത് ദൈവം നീതിമാനല്ല എന്ന് വരുന്നത് കൊണ്ടല്ലേ എന്നുള്ള ചോദ്യം സാമാന്യമായ നല്ല ചോദ്യമാണ്. ഞാൻ നിങ്ങളെ 100% ആ ചോദ്യത്തിന് വേണ്ടി അനുമോദിക്കുകയാണ്. എന്നാൽ അതിന്റെ ഉത്തരം കൂടെ കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്ന് ഓർപ്പിക്കട്ടെ. ഒരു കാര്യം ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ലോത്തിനെ കുറിച്ച്, സോദോം ഗോമോറയെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഇവിടെ ഞാൻ അതൊന്നുകൂടെ വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോത്തിന്റെ രക്ഷയുടെ മറഞ്ഞിരിക്കുന്ന കാരണം വളരെ കൃത്യമായിട്ട് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. സോദോം ഗോമോറയെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അത് വിശുദ്ധ ബൈബിളിൽ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ജോസഫ് വിജയ് പറഞ്ഞതുപോലെ, നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ഒരു ബൈബിൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിക്കാനും പറ്റും. അതിനകത്തെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിന്റെ 19-ാം അധ്യായത്തിൽ ഈ ലോത്തിനെ ദൈവം രക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ലോത്തിന് രക്ഷപ്പെടാൻ അവസരം കിട്ടിയതിന്റെ കാരണം ദൈവം അബ്രഹാമിനെ ഓർത്തു എന്നാണ്. ഇതൊരു ആർബിട്രറി ഗ്ലോസറിയാണ്, അതായത് ഇതൊരു നിയമത്തിന്റെ ഭാഷയാണ്. ലോത്തിന്റെ വിടുതൽ അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാം സോദോമിലെ നീതിമാന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 50 പേരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ ദൈവമേ ഈ ദേശത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഇല്ല 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 എന്ന് തന്നെ ഉത്തരം പറയുന്നു. ഇവിടെ നാം കാണുന്നു മധ്യസ്ഥ പ്രാർത്ഥന ഫലപ്രദമാണ്. ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ പലപ്പോഴും ദൈവത്തിന്റെ ജനത്തിന്റെ പ്രാർത്ഥനകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളോട് എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും അസാധുവാകുകയില്ല.
അതൊരിക്കലും നള്ളിഫൈഡ് ആകയില്ല. അത് വളരെ വാലിഡിറ്റി ഉള്ളതാണ്. അത് ദൈവമുമ്പാകെ ഏറ്റവും പ്രസാദകരമാണ്. നമ്മുടെ കണ്ണുനീരൊക്കെയും കർത്താവ് തന്റെ തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തില് പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം 19 ആസ്പദമാക്കി പുതിയ നിയമസഭയ്ക്കായിട്ട് ഒരു വ്യാഖ്യാനം അവിടെ നടത്തുന്നുണ്ട്. അതിനകത്ത് പത്രോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിൽ വ്യാജ പ്രവാചകന്മാർ ഉണ്ടായതുപോലെ സഭയിലും വ്യാജ അധ്യാപകർ ഉണ്ടാകും, വ്യാജ പ്രവാചകന്മാരുണ്ടാകും. ഇത് അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ക്രിസ്തീയ സഭയ്ക്കുള്ള ഭീഷണി പുറത്തെ പീഡനമല്ല, അത് മാത്രമല്ല, അതൊരു ഭീഷണി തന്നെയാണ്. എന്നാൽ അത് മാത്രമല്ല, അകത്തെ അഴിമതിയും കൂടിയാണ്. അവർ നാശകരമായ ഭിന്നോപദേശങ്ങൾ രഹസ്യമായി കൊണ്ടുവരികയും കർത്താവിനെ നിഷേധിക്കുകയും വിശ്വാസികളെ ചൂഷണം ചെയ്യുകയും ചെയ്യും എന്ന് തിരുവചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവര് ദൈവ ഭാഗത്ത് നിൽക്കുന്ന ആളുകളല്ല. നിങ്ങളെ ആരെങ്കിലും തെറ്റായ ഉപദേശം തന്ന് തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. തിരുവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പഠിപ്പീര് നടത്തുന്ന ആരായിരുന്നാലും ശരി, അത് ദൈവ ഭാഗത്ത് നിൽക്കുന്ന ആളുകളല്ല അങ്ങനെയുള്ള ഉപദേശങ്ങൾ തരിക. പത്രോസ്ലീഹ തുടർന്ന് 3 ന്യായവിധി ഉദാഹരണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതിനകത്തൊന്ന് വീണദൂതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദൂതന്മാരായിരുന്നവര് ദൈവ സാന്നിധ്യ ബോധത്തിലായിരുന്നു, ദൈവത്തോട് ചേർന്ന് ജീവിച്ചവരാണ്, ദൈവത്തെ ആരാധിച്ചു പോന്നവരായിരുന്നു. പക്ഷേ അവര് ദൈവത്തോട് മറുതലിച്ചതിന്റെ ഫലമായിട്ട് അവർ വീണുപോയി. 2-ാമത്തെ കൂട്ടരെ കുറിച്ച് പത്രോസ്ലീഹ പറയുന്നത് പുരാതന പ്രളയത്തെ കുറിച്ചാണ്. പണ്ടുണ്ടായ പ്രളയം അതേതാണെന്ന് നമുക്കറിയാം. അത് നോഹയുടെ കാലത്തുണ്ടായ ഒരു ജലപ്രളയമാണ്. അത് ലോകത്തിൽ സംഭവിച്ച ചരിത്രപരമായ ഒരു വസ്തുതയാണ്. അപ്പൊ ഈ ചരിത്രത്തെയൊക്കെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് ഈ നിരീശ്വരവാദികളാണ് കൂടുതലായിട്ട്, മറ്റ് അന്യവിശ്വാസികളല്ല. പലപ്പോഴും ദൈവവചനത്തെ തമസ്കരിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തെ തിരസ്കരിക്കുന്നത് നിരീശ്വരവാദികളാണ്. അവർ ശാസ്ത്രം എന്നൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനത്താൽ തെളിയിക്കപ്പെട്ട പല വസ്തുതകളെയും അംഗീകരിക്കുകയില്ല. 3-ാമത്തേത് സോദോമും ഗോമോറയും. അത് നമ്മൾ മറന്നു പോകരുത്. സോദോം ഗോമോറ എന്ന് പറയുന്ന വലിയൊരു പട്ടണം, ആ പട്ടണത്തെ ദൈവം നശിപ്പിച്ചു. കാരണം എന്താണ്? അവിടുത്തെ ഭയങ്കരമായിട്ടുള്ള തിന്മ, അവിടുത്തെ ഭയങ്കരമായിട്ടുള്ള അതിക്രമങ്ങൾ, ആണുങ്ങളോട് അവലക്ഷണമായി പെരുമാറി, സ്ത്രീകളോട് ലെസ്ബിയനും അതുപോലെ തന്നെ ഹോമോസെക്സാലിറ്റി, എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളും, എല്ലാ തരത്തിലുള്ള ഏറ്റവും അധപ്പതിച്ച ജീവിതത്തിന്റെ, പലപ്പോഴും നമ്മളൊക്കെ എല്ലാത്തിൻ്റെയും ഒക്കെ പരമോന്നത ജീവിതം നയിക്കുന്നവരാണ്, തോന്നിയതുപോലെ ജീവിക്കാം, ഇതൊക്കെ ഫ്രീഡത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്ന എൻ്റെ പൊന്നു കുഞ്ഞനിയന്മാരോടും അനിയത്തിമാരോടും ഒക്കെ എനിക്ക് പറയാനായിട്ടുള്ളത്, എൻ്റെ പൊന്നു മക്കളോട് എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്, സോദോം ഗോമോറ നമ്മുടെ മുമ്പാകെ ഒരു ഉദാഹരണമാണ്. ആ ഉദാഹരണത്തെ നിങ്ങൾ അവഗണിച്ചു പോയാൽ നിത്യമായ നാശമായിരിക്കും ഉണ്ടാകുക എന്നതിന് യാതൊരു സംശയമില്ല. ഇത് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. പലപ്പോഴും അച്ഛൻ ഗൗരവമായിട്ടൊക്കെ ഇങ്ങനെ പറയാമോ, അച്ഛൻ സ്നേഹത്തെക്കുറിച്ചല്ലേ പഠിപ്പിക്കുന്നത്? ദൈവ സ്നേഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ദൈവിക നീതി എന്നുള്ളതും ദൈവിക വിശുദ്ധി എന്നുള്ളതും മറന്നു പോകരുത് മക്കള്. അപ്പൊ ഇതിലൂടെ ഒരു ദൈവശാസ്ത്ര മാതൃക സ്ഥാപിക്കുകയാണ്. ദൈവം കലാപത്തെ അനന്തമായി സഹിക്കുകയില്ല. ദൈവത്തിന്റെ ക്ഷമ അളവറ്റതാണ്. എന്നാൽ സ്ഥിരമായ ദുഷ്ടതയോട് അതിന്റെ പ്രകടനം അനന്തമല്ല എന്നുള്ളത് ഓർത്തോണം. ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്, എന്നാൽ ആനന്ദമായിരിക്കുന്നത് ദുഷ്ടതയോടുള്ളതല്ല. പത്രോസ്ലീഹയുടെ ലേഖനം, 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത് സോദോമിനെ പരാമർശിപ്പിച്ചുകൊണ്ടാണ്. ദൈവം അവയെ ചാരമാക്കി ഭാവിയിലെ ദുഷ്ടന്മാർക്കുള്ള ഉദാഹരണമാക്കി എന്നും നീതിമാനായ ലോത്തിനെ രക്ഷിച്ചു എന്നും അവിടെ പറയുന്നു. അപ്പൊ ദുഷ്ടന്മാരുടെ അശുദ്ധ ജീവിതം കണ്ട് വലയുന്നവർ ആയിരുന്നു ലോത്ത്. അവിടെ ലോത്തിന്റെ കാലഘട്ടത്തിൽ എല്ലാ തിന്മയും ഉണ്ടായിരുന്നു. ലോത്തിന്റെ വീട്ടിലേക്ക് തിന്മ ചെയ്യാനായിട്ട് ആ ജനത കൂടി വന്ന സമയത്ത് ലോത്ത് പറയുന്നുണ്ട്, പുരുഷന്മാർ തൊടാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, യുവതികൾ എനിക്കുണ്ട്, അവരെ ഞാൻ തരാം. എന്നാലും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന ഇവരോട് നിങ്ങൾ അവലക്ഷണമായി പെരുമാറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷന്മാർ വന്നിട്ട് ഈ അതിഥികളായി വന്ന ലോത്തിന്റെ ഭവനത്തിൽ വന്ന ദൈവദൂതന്മാരായിരുന്ന ആ 2 അതിഥികളെ ഭോഗിക്കേണ്ടതിന്, അങ്ങനത്തെ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദത്തിൽ, ഭോഗിക്കേണ്ടതിനായിട്ട് അവരെ വിട്ടുതരിക എന്ന് പറഞ്ഞ് വേളം കൂട്ടുകയാണ്.
അപ്പോൾ പറഞ്ഞു അത് പാടില്ല എന്ന് പറഞ്ഞിട്ടും ആ തിന്മ ചെയ്യുവാൻ അവർ മുതിർന്നതിന്റെ ഫലമായിട്ട് അവിടെ ദൈവിക ന്യായവിധി ഉണ്ടായി. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ലോത്തിന്റെ ചിത്രം അതൊരു മിശ്രമായിരുന്നെങ്കിലും പത്രോസ്ലീഹ തൻ്റെ ഉള്ളിലെ വേദനയെ എടുത്തു കാട്ടുകയാണ്. ഇത് അഴിമതി നിറഞ്ഞ സംസ്കാരത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് വളരെ കൃത്യമായി നൽകുന്ന ദൈവവചനമാണ്. നീതി എന്നത് ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കലല്ല, ദുഷ്ടതയുടെ നടുവിൽ ദൈവത്തോടുള്ള ഉള്ളിലെ വിശ്വസ്തതയാണ്. നാം ജീവിക്കുന്ന മേഖലയിൽ മുഴുവനും അശുദ്ധിയും അനീതിയും മാലിന്യവും നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ട്. ക്രൈസ്തവ സഭകളിൽ അത് കാണാൻ കഴിയും, സംഘടനകളിൽ അത് കാണാൻ കഴിയും. അത് എല്ലാ മേഖലകളിലും, രാഷ്ട്രീയ രംഗത്തായിരുന്നാലും സാമൂഹ്യ രംഗങ്ങളായിരുന്നാലും സാംസ്കാരിക രംഗങ്ങളിലായിരുന്നാലും ഈ തിന്മ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോത്ത് മലിനമായ സാഹചര്യത്തിൽ ജീവിച്ചെങ്കിലും അവന്റെ ആത്മാവ് ദുഷ്ടതയാൽ വേദനിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മറ്റുള്ളവരുടെ ദുഷ്ടത കാണുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കണം. ഇന്നത്തെ നമ്മുടെ ചോദ്യം സമൂഹം ദുഷ്ടമാണോ എന്നല്ല, അത് വ്യക്തമാണ്, ദുഷ്ടതയുള്ളതാണെന്നറിയാം. എന്നാൽ വിശ്വാസികളായ നമ്മൾ ദുഷ്ടതയിൽ ദുഃഖിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ വിനോദം കണ്ടെത്തുന്നുണ്ടോ എന്നതാണ്. എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതയിലും നമ്മൾ സന്തോഷിക്കുന്നവരാണോ അതോ നമ്മൾ അത് കണ്ടിട്ട് ദുഃഖിക്കുന്നവരാണോ? നമ്മുടെയൊക്കെ സമൂഹത്തിൽ എന്തെല്ലാം കൊള്ളരുതായ്മകൾ, അത് സാരമില്ല എന്ന് വെച്ച് പോകാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവഭാഗത്തല്ല എന്നുള്ളതാണ്. അതിനെ ഓർക്കുമ്പോൾ ദുഃഖം നമുക്കുണ്ടാകുകയും അതിനെതിരെ ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുവാൻ നമുക്ക് കഴിയുകയും വേണം. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പത്രോസ്ലീഹ പറയുകയാണ്, വളരെ കൃത്യമായിട്ട് കർത്താവിന് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് രക്ഷിപ്പാനും അനീതി ചെയ്യുന്നവരെ ന്യായവിധി ദിവസം വരെ ശിക്ഷയിൽ സൂക്ഷിക്കുവാനും കർത്താവിന് അറിയാം. ഇതാണ് 3 ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കേന്ദ്ര സത്യം. ദൈവം ഒരിക്കലും ആശയക്കുഴപ്പത്തിലാകുന്നില്ല. അവൻ ആരാണ് തനിക്കുള്ളവരെന്നും ആരാണ് കലഹിക്കുന്നവരെന്നും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നതാണ്. അതേ കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ചരിത്ര ന്യായവിധിയിൽ നിന്ന് മിഷൻ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. യേശു കർത്താവ് 72 ശിഷ്യന്മാരെ അയക്കുകയാണ്. അവരുടെ ദൗത്യം അടിയന്തരവും ആശ്രിതവുമായും അപകട സാധ്യതയുള്ളതുമാണെന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു. അവരോട് പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിലെ കുഞ്ഞാടുകളെ പോലെയാണ് നിങ്ങളെ ഞാൻ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വടിയും പൊക്കണവും മറ്റും മറിച്ചും ഒന്നും എടുക്കണ്ട. ദൈവ പരിപാലനത്തിൽ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പൊ അവരുടെ സന്ദേശം വളരെ ലളിതമായ സന്ദേശമായിരുന്നു. അതാണ് ഇന്നും നമുക്ക് നമ്മുടെ സമൂഹത്തോട് പങ്കുവെക്കാനായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രേക്ഷിത ദൗത്യത്തിൽ ഏർപ്പെടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജനത്തെ മാത്രം നോക്കിയാൽ പോരെ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നതായിട്ടുള്ള സനാതനമത ചിന്താഗതിക്കാരായിട്ടുള്ള നമ്മുടെ സംഘപരിവാർ സംഘങ്ങൾ ചോദിക്കാറുള്ള ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ മറുപടി പറയട്ടെ, പ്രിയമുള്ളവരെ, ദൈവരാജ്യം നിങ്ങളോട് അടുത്തിരിക്കുന്നു എന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഇത് വെറും ഒരു വിവരം മാത്രമല്ല, ഇത് ദൈവ സന്ദർശനമാണ്. ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഐകികമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രിസ്തീയ രാജ്യമാകണം എന്നൊക്കെ ക്രൈസ്തവർ വിശ്വസിക്കുന്നു എന്നൊക്കെ അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നു എന്നൊക്കെ സംഘപരിവാർ സംഘങ്ങൾ പറയുമ്പോൾ ഓർത്തോണം, അത് നിങ്ങളുടെ അറിവിന്റെ പാപ്പരത്വമാണ്. അങ്ങനെ കാണപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഒരു ഉടമസ്ഥരല്ല ക്രൈസ്തവർ. മറിച്ച് അനന്തമായിട്ടുള്ളതും ഒരിക്കലും നശിച്ചു പോകാത്തതും ഒരിക്കലും ക്ഷതം തട്ടാത്തതുമായ നിത്യ തേജസ്സിൽ വാസം ചെയ്യുന്നവരാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്നത്. അവർ മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും, അതിപ്പോൾ ടി.ജി. മോഹൻദാസ് സാറാണെങ്കിലും അതിപ്പോൾ കുന്നായ്മ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മുടെ രാധാകൃഷ്ണൻ സാർ ആയിരുന്നാലും ആരായിരുന്നാലും ശരി, ശശികല ടീച്ചറായിരുന്നാലും RB ബാബു സാർ ആയിരുന്നാലും, നിങ്ങൾക്കൊക്കെ ദൈവരാജ്യം കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന ഈ സുവിശേഷം. അത്രയേ ഉള്ളൂ. അത് വളരെ ലളിതമായിട്ടുള്ളതാണ്. കാലം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതായിരുന്നു ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോൾ. അതുകൊണ്ട് രാജ്യം അടുത്തു വരുമ്പോൾ നിഷ്പക്ഷത അസാധ്യമാണ്. മനുഷ്യൻ പ്രതികരിക്കണം ആ രാജ്യത്തോട്. എങ്ങനെ പോസിറ്റീവായിട്ട് ആ രാജ്യത്തിന്റെ ഭാഗമായി തീരുവാൻ. തുടർന്ന് യേശു തള്ളിപ്പറയലിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ അവരെന്നെയാണ് സ്വീകരിക്കുന്നത്, ആരെങ്കിലും നിങ്ങളെ തള്ളിക്കളയുകയാണെങ്കിൽ എന്നെയാണ് തള്ളിക്കളയുന്നത്. അതുകൊണ്ട് തള്ളിക്കളയുന്നവരുടെ അടയാളത്തിന് വേണ്ടി അവരുടെ കാലിലെ
പൊടി പോലും അവിടെ തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ പോരണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രക്ഷാനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ജീവന്റെ മാർഗത്തിലേക്ക് സുവിശേഷത്തിലേക്ക് അടുത്തു വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുമെന്നുള്ളത് കർത്താവ് വളരെ കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ഭയമൊന്നുമില്ല. പക്ഷേ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അകാരണമായിട്ട് ഞങ്ങളെ മർദ്ദിക്കുമ്പോൾ, കാരണം കൂടാതെ, കാരണം വ്യക്തമാക്കാതെ ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കുമ്പോഴാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ ഉള്ള എല്ലാ ശിക്ഷാവിധികളും ഞങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ മർദ്ദിക്കുവാനോ നിങ്ങൾക്ക് ഞങ്ങളെ അകാരണമായിട്ട് ചീത്ത വിളിക്കാനോ അവകാശമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മറുചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ പോരെ. അത് ശരിയാണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുവിട്ടേര്. അതിനെന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നത്? നമ്മുടെ രാജ്യം സമാധാനപൂർണമായ ഒരു രാജ്യമായി തീരണമെങ്കിൽ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യത്തിനായിട്ട് പ്രസംഗിക്കപ്പെടേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ അത് ചെയ്യും. അത് ഞങ്ങളുടെ നിയോഗമാണ്. ആ നിയോഗത്തിൽ നിങ്ങളെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയല്ലാതെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. അങ്ങനെ ഒരു നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടുന്ന ഒരു കാര്യമല്ല ഇത്. വിശ്വാസത്താൽ സ്നേഹത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ടുന്നതായ ഒരു അനുഭവമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിത്യശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.